അവൻ പൊക്കളന്നല്ലോ. പ്രിയന് അവൻ പറഞ്ഞു വിട്ടവരറിയാവോ? അവന്മാരകത്ത് എന്ത് ചെയ്യാന്നെങ്കിലും നോക്കണ്ടേ. പാറുവിന് അവര് ഒരു കാരണവശാലും പിടികൂടരുത്. നമുക്ക് വേഗം പന്തലിലേക്ക് പോവാം. അധികം നേരം മാറി നിൽക്കണ്ട. കാർ എടുത്ത് പോയ സ്ഥിതിക്ക് തൽക്കാലം പേടിക്കണ്ട. നമ്മൾ ശ്രദ്ധിക്കുന്നോടാ അവൻ മാറിക്കളഞ്ഞത്. തീർച്ചയായിട്ടും അവൻ തിരിച്ചു വരും. ഞാനകത്ത് ബാബുക്കുട്ടന്റെ ആൾക്കാരെ ശ്രദ്ധിക്കുമായിരുന്നു. പന്തലിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ബാബുക്കുട്ടന്റെ ഗുണ്ടകൾ എന്ത് ചെയ്യാനാ? പക്ഷേ പാറു എങ്ങോട്ടും മാറാതെ നോക്കണം. ചാരു എല്ലാവരുടെയും മുന്നില് എല്ലാവരുടെയും അറ്റൻഷൻ ചാരുവിന് കിട്ടും. പക്ഷേ പാറുവിനെ എല്ലാവർക്കും അറിയില്ലല്ലോ. മാത്രമല്ല ബാബുക്കുട്ടനേക്കാളും അപകടകാരിയ രുദ്രൻ. നമ്മൾ ഇന്നലെ പാർട്ടി നടത്തിയ സമയത്ത് രുദ്രൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വാ വാ. എവിടെ പോവാ? ഇവിടെ ഇരിക്കെ. വല്ലാത്ത ദാഹം. ഞാനേ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല കേട്ടോ. രാത്രിയിലുള്ളതൊക്കെ വലിച്ചു കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു. പിന്നെ കുടിച്ചു. പിന്നെ ആ അയ്യോ എന്തടി കാണിച്ചേ? അറിയാതെ പറ്റിയതാ. അതിന് പെണ്ണുങ്ങളുടെ നേരെ കൈ ഓങ്ങുന്നത് ആണത്തല്ല. അതാരായാലും. ഇവളിത് മനഃപൂർവ്വം ചെയ്തതാ. നിങ്ങൾ ദേഹത്ത് തട്ടിയതുകൊണ്ടല്ലേ? ഞാൻ തട്ടിയെന്നോ? ഡി കളിച്ച് കളിച്ചേ ശാന്തപ്പന്റെ അടുത്താണോ നിന്റെ കളി? നിന്നെ ഇത് എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയാണല്ലേ? ഒത്തുകളിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല. കൈ ചൂണ്ടി സംസാരിക്കുന്നോളെ എരപ്പേ. മാറിക്കേ. അതെ, ബാബുക്കുട്ടൻ ഒരുങ്ങി വന്നതേ നിങ്ങൾക്കാർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ലല്ലേ? കുറെ നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ മാറ്റി നിർത്തലും അപമാനിക്കാനുള്ള നിങ്ങളുടെ നീക്കങ്ങളും. ബാബുക്കുട്ടനെ ചാരുവിന് കൊടുക്കാൻ കൊണ്ടുവന്ന എന്താണെന്നറിയോ? ഡയമണ്ട് റിങ്ങാ. സന്തോഷത്തോടെ ഒരു കല്യാണ സമ്മാനം കൊണ്ടുവന്നിട്ടെ അവള് സമ്മതിക്കാത്തത് പോട്ടെ, അവന്റെ ദേഹത്ത് ഈ ജ്യൂസ് ഒക്കെ തട്ടി ഒഴിക്കാന്ന് പറഞ്ഞ അത് കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റോ? അല്ല മാഷേ, സകലടത്തെ ന്യായവും നീതിയൊക്കെ പറയുന്ന ബാലമാഷ്ക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? ആരെങ്കിലും മനഃപൂർവ്വം ഒരാളുടെ ദേഹത്ത് ജ്യൂസ് ഒഴിക്കോ? ശാന്തപ്പന്റെ കൈ തട്ടിയാണെന്ന് പാറു പറഞ്ഞല്ലോ. ഒരു അബദ്ധം പറ്റിയാണെന്ന് മനസ്സിലായില്ലേ? അതെ, ഇത് മനഃപൂർവ്വം ചെയ്തു തന്നെ. അബദ്ധം പറ്റിയൊന്നും അല്ല ബാലമാഷേ, ഇവിടെ ഇത്രയും വിരുന്നുകാരുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും നിങ്ങൾ വിളിച്ചു വരുത്തിയവരൊക്കെ ഉണ്ടല്ലോ. ആർക്കും ഇതിലൊന്നും പറയാനില്ലേ? ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മോൻ എന്റെ നേരെ കൈ ചൂണ്ടി. ഞാനേ പെണ്ണിന്റെ അച്ഛനാ. എന്റെ നേരെ സംസാരിക്കുന്നത് ശരിയാണോ? എവിടെ സെക്രട്ടറി പണിക്കർ? എവിടെ? തനിക്കിതിലൊന്നും പറയാനില്ലേടോ? കരപ്രമാണിമാരെല്ലാരും ഉണ്ടല്ലോ. ആർക്കും ഒന്നും പറയാനില്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അച്ഛനാന്ന് പറഞ്ഞു വേഷം കെട്ടി വന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ കല്യാണത്തിന് നിങ്ങൾ ഇതുവരെ എന്താ ചെയ്തത്? എന്റെ ബാലമാമൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ? ഞാൻ കഷ്ടപ്പെട്ട് സ്വരൂപിച്ചു വെച്ചിരുന്ന 10 ലക്ഷം രൂപ പോലും നിങ്ങൾ എടുത്തോണ്ട് പോയില്ലേ? ചാരുമോളെ, നീ മിണ്ടാതിരിക്കേ. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. ഇവിടെ ശാന്തപ്പ, നടന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാദ്യം. ഈ കല്യാണത്തിന് ഞങ്ങൾ ആരും വിളിച്ചതല്ലേ ഇവനെ, ഈ ബാബുക്കുട്ടനെ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഉരുകിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും ബഹുമാനക്കുറവോ മോശമായ പെരുമാറ്റമോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ലല്ലോ. അച്ഛൻ എന്തിനാ ഇയാളോട് ബഹുമാനത്തോടൊക്കെ സംസാരിക്കുന്നത്? ഈ നിമിഷം ഇവരെ അടിച്ചിറക്കി വിടുകയാ വേണ്ടത്. അച്ഛനൊന്ന് മാറുന്ന ബാക്കി ഞാൻ നോക്കിയോളാം. ചാരുവിന്റെ അച്ഛനും ആന്റി ഇവിടെ നിന്നോട്ടെ. അവരെ പോലും ഇവിടെ നിർത്തുന്നത് പവിത്രമായ ഈ ചടങ്ങിന്റെ ഐശ്വര്യം കെടുത്തും. എങ്കിലും പോട്ടെ. ബാബുക്കുട്ടൻ ഇവിടെ എന്താ കാര്യം?
ഡയമണ്ട് മോതിരം കൊണ്ടുവന്നു പോലും. നിന്നോട് ആര് പറഞ്ഞു കൊണ്ടുവരാൻ? നിന്നെ ആരെങ്കിലും ഇവിടെ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോ? വിളിക്കാതെ വലിഞ്ഞു കയറി വന്നിട്ട്. അതെ, ബാബുക്കുട്ടൻ വലിഞ്ഞേറി വന്നതല്ല. എന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വിളിച്ചിട്ട് എന്റെ അതിഥിയായിട്ട് വന്നതാ. ബാബുക്കുട്ടന് ദേഹത്താരെങ്കിലും തൊട്ടാലുണ്ടല്ലോ, ആ കൈ ഞാൻ അരിഞ്ഞിടും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ബാബുക്കുട്ടന്റെ ദേഹത്ത് ജ്യൂസ് ഒഴിച്ച ഈ വരുത്ത പെണ്ണും, എന്നോട് കൈചൂടി സംസാരിച്ച ഈ പീറ ചെറുക്കനും ബാബുക്കുട്ടനോടും എന്നോടും ഇവിടെ വച്ച് പരസ്യമായി മാപ്പ് പറയണം. അത് ന്യായം. ബാബുക്കുട്ടനെ പുറത്താക്കുമെന്ന് പറഞ്ഞ ഈ തന്തയ്ക്ക് പറക്കാത്ത തൊന്തയ്ക്ക് പറയുന്നുള്ളൂ. ഒടിച്ചുപെട്ടി ചീർന്ന പോലെ അവന്റെ കൊര. ഞാനത് മനഃപൂർവ്വം പറഞ്ഞ തന്നെയാ. പിന്നെ നീ ഇപ്പൊ ചെയ്തതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് പരസ്യമായി ഇവൻ മാപ്പ് പറയാതെ ഇവിടെ ഹൽദിയും കല്യാണമൊന്നും നടക്കാൻ പോണില്ല. എല്ലാത്തിനും കാരണം എന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കൈപ്പിഴയാ. ദയവ് ചെയ്ത് ഈ ചടങ്ങ് നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഞാൻ മാപ്പ് പറയാ. പാറു, നീ എന്തിനാ അവനോട് മാപ്പ് പറയുന്നേ? നിന്നെ അവൻ തല്ലാൻ വന്നോണ്ടല്ലേ? നീയല്ല മാപ്പ് പറയേണ്ടത്, അവനാ. ജ്യൂസ് വീണെങ്കിലേ അതൊന്ന് തുടച്ചാ പൊയ്ക്കോളൂ. അല്ലെങ്കിൽ ഒന്ന് ഊരി കഴുകിയാ മതി. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത പാറുവിനെ തല്ലാൻ നോക്കിയത് എന്തിനാ? ബാബുക്കുട്ടൻ മാപ്പ് പറഞ്ഞേ പറ്റൂ. അല്ലാതെ അവൻ ഈ പന്തൽ വിട്ട് പുറത്തു പോവില്ല. നീ മിണ്ടാതിരിക്കേ. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. പറയേണ്ടവരോടൊക്കെ ഞാൻ മറുപടി പറഞ്ഞോളാം. അങ്ങനെ മറുപടി പറയേണ്ട സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതിവിടെ നടക്കുകയല്ല മാഷേ. ബാബുക്കുട്ടനോട് മാപ്പ് പറയാതെ ഈ പ്രശ്നം ഇവിടെ തീരത്തില്ല. ഈ ചടങ്ങ് മംഗളമായിട്ട് നടത്തേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല. ഇവളെന്റെ അനുഗ്രഹമുള്ള കെട്ടാൻ പോകുന്നത് എന്റെ മകനുമാണ്. പക്ഷേ ചാരു തന്റെ സ്വന്തം മകളല്ലേടൂ. സ്വന്തം മോളുടെ കല്യാണം നടത്തേണ്ടത് അച്ഛന്റെ കടമയല്ലേ? നിങ്ങൾ ഇതുവരെ കാണിച്ചില്ല സകല ദ്രോഹങ്ങൾക്കും തെറ്റുകൾക്കും ക്ഷമിച്ചിട്ടും പൊറത്തിട്ടുമാണ് നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഈ കല്യാണത്തിന് ക്ഷണിച്ചു വരുത്തിയത്.